ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രേസി PSC ലേണേഴ്സ്. ഈ വീഡിയോയിൽ പറയുന്നത് ക്ലോക്ക് എന്ന പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്ലോക്ക് എന്ന പാഠഭാഗത്ത് പ്രധാനമായും രണ്ട് തരം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് പ്രതിബിംബം കാണാനുള്ള ക്വസ്റ്റ്യൻസ്, സെക്കൻഡ് ടൈപ്പാണ് കോൺ കാണാനുള്ള ക്വസ്റ്റ്യൻസ്. ഇതിൽ ഫസ്റ്റ് ടൈപ്പായ പ്രതിബിംബം കാണാനുള്ള ക്വസ്റ്റ്യനാണ് ആദ്യം പറയുന്നത്. പ്രതിബിംബം കാണുവാനായിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. അധികം സമയം നഷ്ടപ്പെടുത്താതെ നമുക്കിത് കാണുവാൻ കഴിയും. തന്നിരിക്കുന്ന സമയം 11-നും 1-നും ഇടയിലാണെങ്കിൽ 23:60 നിന്ന് മൈനസ് ചെയ്യുക. അതല്ല, ഇതിനുള്ളിൽ ഉൾപ്പെടാത്ത ടൈമാണെങ്കിൽ 11:60 നിന്ന് മൈനസ് ചെയ്യുക. ഈ ഒരു പോയിൻ്റ് ഓർത്ത് വെക്കാനേ ഉള്ളൂ. 11-നും 1-നും ഇടയിലാണെങ്കിൽ 23:60 നിന്ന് മൈനസ് ചെയ്യുക. അല്ലാത്ത എല്ലാ കേസുകളിലും 11:60 നിന്ന് മൈനസ് ചെയ്യണം. ഈ മോഡൽ എക്സാമ്പിൾ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലോക്കിലെ സമയം 12:15 എങ്കിൽ പ്രതിബിംബം കാണിക്കുന്ന സമയം, കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു 11-നും 1-നും ഉള്ളിലുള്ള ടൈമാണെങ്കിൽ 23:60 നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 12:15, അപ്പോൾ 11-നും 1-നും ഇടയിൽ വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യേണ്ടത് 12:15 ഏത് നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യണം? 23:60 നിന്ന് മൈനസ് ചെയ്യണം. ഇത് ഇത്രയേ ചെയ്യാനുള്ളൂ. 23:60 നിന്ന് 12:15 എന്ന അവർ തന്നിരിക്കുന്ന സമയം മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ആൻസർ കിട്ടുക 11:45. അതായത് 12:15 ആണ് ടൈമെങ്കിൽ കണ്ണാടിയിൽ കാണിക്കുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് 11:45 ആയിരിക്കും. ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോക്കിലെ സമയം 8:10 എങ്കിൽ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം. ഇവിടെ നമുക്കറിയാം 11-നും 1-നും ഇടയിലുള്ള ടൈമാണെങ്കിൽ 23:60 നിന്ന് മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ 11:60 നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ടൈം 8:10 ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ടൈമല്ല, ഇതിൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. 11:60 നിന്ന് 8:10 മൈനസ് ചെയ്യണം. അപ്പോൾ ആൻസർ വരിക 3:50. അതായത് 11:60 ആണ് ടൈം കാണിക്കുന്നത്, 8:10 ആണ് ടൈം കാണിക്കുന്നതെങ്കിൽ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്നത് 3:50 ആയിരിക്കും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇതിലെ ആംഗിൾ കാണാനുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് 2 ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്ത് തന്നെയാലും കാണുക. എല്ലാ കുട്ടികളും തെറ്റിക്കുന്നത് ആംഗിൾ കാണാനുള്ള ക്വസ്റ്റ്യനാണ്. ആംഗിൾ അഥവാ കോൺ കാണാനുള്ള ക്വസ്റ്റ്യനാണ്. അത് പാർട്ട് 2-ലുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ക്രേസി PSC ലേണേഴ്സ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.